ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ലൂണനെ കാലക്സ് പ്രൊപ്പോസ് ചെയ്യുന്നതാണ്. അതിന് അവൾ മറുപടി ഒന്നും തന്നെ പറയുന്നില്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് എപ്പിസോഡ് 9 ആണ്. ഈ എപ്പിസോഡില് ലൂണ അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം വെക്കേഷന് വേണ്ടിയിട്ട് പോയിരിക്കുവാണ്. അന്നേരം ലൂണ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവളുടെ ഫ്രണ്ട്സ് അവളെ കളിയാക്കാൻ തുടങ്ങുന്നു. ലൂണെ, നീ ഫോണിൽ തന്നെയാണല്ലോ, ഞങ്ങളുടെ കൂടെ സ്വിമ്മിങ്ങിന് വാ എന്നൊരാൾ പറയുന്നു. വേറെ ഒരാൾ പറയുന്നു, നീ ഒരു കാമുകിയാണ്, അവളെ ഇനി കാലക്സ് ജേസ് എന്ന് വിളിക്കാം നമുക്ക് എന്ന് പറയുന്നു. അവള് കണ്ട് വീണ്ടും റിലേഷൻഷിപ്പിൽ വീഴാൻ പോകുവാണ് എന്നൊക്കെ പറഞ്ഞ് അവര് കളിയാക്കുന്നു. പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നു. അപ്പോഴാണ് അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. അത് കാലക്സ് ആയിരുന്നു. ഹായ്, ഞാൻ ഹോട്ടലിൽ തിരിച്ചെത്തി, എങ്ങനെയുണ്ട്, ഭക്ഷണം കഴിക്കാൻ മറക്കരുത് എന്നും അവൻ തുടർച്ചയായി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ലൂണയുടെ കൂട്ടുകാർക്ക് അത് വളരെ ഇഷ്ടമാകുന്നു. അവൻ വീണ്ടും നിന്നെ വളയ്ക്കാൻ നോക്കുവാണെന്ന് ഒരാൾ പറയുന്നു. അന്നേരം യാനയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. അവൻ എളുപ്പമൊന്നും നീ വഴങ്ങിക്കൊടുക്കണ്ട എന്ന് അവൾ പറഞ്ഞിട്ട് അവന് എത്രത്തോളം നിന്നെ ഇഷ്ടമാണെന്ന് നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറയുന്നു. എന്നിട്ട് ലൂണനെ കുറെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവര് തീരുമാനിക്കുന്നു. ലൂണയ്ക്ക് അതിൽ അത്ര താല്പര്യമൊന്നും ഇല്ലെങ്കിലും കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവൾ സമ്മതിക്കുന്നു. എന്നിട്ട് വയറകത്തേക്ക് വലിച്ച് നെഞ്ചും പുറവും തള്ളിപ്പിടിച്ച് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ അവർ പഠിപ്പിക്കുന്നു. എന്നിട്ട് അവളുടെ ഫോട്ടോസ് ഒക്കെ കുറെ അവരെടുത്തിട്ട് എന്നിട്ട് ലൂണനെ കൊണ്ട് ആ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. കാലക്സ് അത് കണ്ടിട്ട് പെട്ടെന്ന് നല്ല ഭംഗിയുണ്ട് എന്ന് മറുപടി അയക്കുന്നു. കൂട്ടുകാർക്കൊക്കെ അത് വളരെ ഇഷ്ടമാകുന്നു. എന്നിട്ട് അവര് ലൂണനെ ഒരു ബാത്ടബിൽ ഇരുത്തിയിട്ട് പൂക്കൾ കൊണ്ട് മറച്ച് മറ്റൊരു ഫോട്ടോയും എടുക്കുന്നു. എന്നിട്ട് അത് ലൂണനോട് പോസ്റ്റ് ചെയ്യാൻ പറയുന്നു. പക്ഷെ ലൂണ മടിച്ചിരിക്കുന്നത് കണ്ടിട്ട് കൂട്ടുകാർ തന്നെ മേടിച്ച് അത് കാലക്സിന് ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പൊ കാലക്സ് എന്താണ് മറുപടി അയക്കാൻ പോകുന്നതെന്ന് കൂട്ടുകാരൊക്കെ നോക്കിയിരിക്കുന്നു. പക്ഷെ ആ ഫോട്ടോയ്ക്ക് കാലക്സ് അയച്ച മറുപടി ഞാനൊരു മീറ്റിംഗിലാണ്, പിന്നെ വിളിക്കാം എന്നാണ്. എന്നിട്ട് ലൂണ പഴയ പോസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയപ്പോ അവളും അവളുടെ ഫ്രണ്ട്സും ഒക്കെ ഇരിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേനും അവൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നു. അതൊക്കെ കണ്ട് അവള് വിഷമിക്കുന്നത് കണ്ടിട്ടും അവളുടെ കൂട്ടുകാര് പറയുന്നു, അതൊക്കെ വിട്, നീ ഇപ്പോഴത്തെ കാര്യം മാത്രം നോക്ക്, പണ്ടത്തെ കാര്യമൊക്കെ ഓർത്തിരുന്ന് വിഷമിക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലക്സ് അവളെ വിളിക്കുന്നു. കൂട്ടുകാർ അത് എടുക്കാൻ പറഞ്ഞ് അവളെ നിർബന്ധിക്കുന്നു. അങ്ങനെ ലൂണയും കാലക്സും സംസാരിക്കുന്നു. കാലക്സ് അവളെ മിസ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും അവന്റെ ഡോർ ആരണ്ട് നോക്ക് ചെയ്യുന്ന ഒച്ച കേട്ടിട്ട്, ആരോ വന്നിട്ടുണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് വരാം, എന്റെ ഫോൺ ചാർജിലാണ്, അതുകൊണ്ട് നീ തന്നെ കോൾ കട്ട് ചെയ്തേരെ എന്ന് പറയുന്നു. പക്ഷെ ലൂണ കോള് കട്ട് ചെയ്യാതെ നോക്കിയിരുന്നപ്പോഴാണ് ഒരു സ്ത്രീ വരുന്നത് അവള് കാണുന്നത്. അങ്ങനെ അവരെ കോൺവെർസേഷൻ ലൂണ കാണുന്നു. ലൂണയ്ക്ക് അത് ഒത്തിരി സങ്കടമാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കാലക്സ് തന്നെ ചതിച്ചെന്ന് അറിഞ്ഞപ്പോൾ തോന്നിയ അതേ വേദന അവൾക്ക് വീണ്ടും വരുന്നു. കൂട്ടുകാർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സംശയങ്ങളും വേദനയും അവൾക്ക് അനുഭവപ്പെടുന്നു. ആ ഒരു പെയിന് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒരു കൂട്ടുകാരി അവളോട് പറയുന്നുണ്ട്, നീ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാലക്സിനോട് സംസാരിച്ച് ഇതിനൊരു തീരുമാനം കൊണ്ടുവരണം എന്ന്, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതാണ് നല്ലതെന്നും അവളോട് പറയുന്നു. അടുത്ത ദിവസം ലൂണയ്ക്ക് കാലക്സിന്റെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് വരുന്നു. അവൻ അവളെ കാണാനായി ആദ്യത്തെ ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ അവക്ക് അവനെ കാണാൻ ഒട്ടും താല്പര്യമില്ല. അത് മനസ്സിലാക്കിയ കാലക്സ് ഒരു 10 മിനിറ്റ് മാത്രം സമയം എനിക്ക് തരണം, ഞാൻ നിന്നോട് സംസാരിക്കണം എന്നും പറഞ്ഞ് അവളോട് ചോദിക്കുന്നു. 10 വർഷം മുമ്പ് ഞാൻ നിന്റെ അടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ നിൽക്കുമായിരുന്നു. പക്ഷേ ഈ തവണ എന്നെ കൊണ്ട് അത് സാധിക്കില്ല. ഇതിപ്പോ തന്നെ നമുക്ക് സംസാരിച്ച് തീർക്കണം എന്ന് അവളോട് അവൻ പറയുന്നു. ആ റൂമിൽ കണ്ടത് ലൊറൈൻ എന്നും പറഞ്ഞൊരു സ്ത്രീയാണ്. അത് അവന്റെ ഒരു പാർട്ട്ണർ മാത്രമാണ്. അവന്റെ എല്ലാ പാർട്ട്നേഴ്സും കൂടിയാണ് ആ ഒരു പാർട്ടി സെലിബ്രേറ്റ് ചെയ്തത്. അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു എന്നുള്ള കാര്യം അവളോട് അവൻ പറയുന്നു. പിന്നീട് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് തകർത്ത ആ ഒരു വീഡിയോനെ കുറിച്ചും അവൻ തുറന്നു പറയുന്നു. ഏമി അവനെ കിസ് ചെയ്ത ആ ഒരു മുഴുവൻ വീഡിയോയും അവനെടുത്ത് അവളെ കാണിക്കുന്നു. അവൻ ഏമിനെ കിസ് ചെയ്തിട്ടില്ല, ഏമിയാണ് അവനെ വന്ന് കിസ് ചെയ്തതെന്നും അവൻ പറയുന്നു. ഏമിയോട് ആ സമയത്ത് അവൻ ദേഷ്യപ്പെടുകയും അവനൊരു ഗേൾ ഫ്രണ്ട് ഉള്ളെന്നുള്ള കാര്യവും അവൻ പറഞ്ഞെന്നും പറയുന്നു. ലൂണനെ അവൻ ഒരിക്കലും ചതിച്ചിട്ടില്ലെന്നുള്ള കാര്യവും അവൻ പറയുന്നു. ഇവര് രണ്ടുപേരെ റിലേഷൻഷിപ്പ് തകർന്നതിന് ശേഷം കാലക്സിന് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവന്റെ സ്റ്റഡീസിൽ അവൻ ഒത്തിരി പുറകോട്ടായിരുന്നു എന്നുള്ള കാര്യവും അവൻ അവളോട് പറയുന്നു. എന്നിട്ട് അവന്റെ ബ്രദർ കിയോയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയം ലൂണയോട് വിളിച്ചു പറയണമെന്ന് അവൻ ആഗ്രഹിച്ചെങ്കിലും എല്ലാ കാര്യങ്ങളും ലൂണയോട് പറഞ്ഞ് ലൂണനെ വേദനിപ്പിക്കണ്ട എന്നോർത്തിട്ടാണ് അവൻ തിരിച്ച് ലൂണനെ വിളിക്കാത്തത് എന്നും അവൻ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ലൂണയെ അവളുടെ ദുഃഖ
ദുഃഖങ്ങളൊക്കെ തുറന്നു പറയുന്നു. അവനോടുള്ള ദേഷ്യവും സങ്കടവും കാരണമായിരുന്നു അവനെ അവള് ഒട്ടും ശ്രദ്ധിക്കാത്തത് എന്നും അവൾ പറയുന്നു. ഇതൊക്കെ എന്റെ തെറ്റായിരുന്നു, ഞാൻ നിന്നോട് സംസാരിക്കണമായിരുന്നു എന്നൊക്കെ അവൾ പറഞ്ഞ് കരയുന്നു. ഇതൊക്കെ കേട്ടിട്ട് കാലക്സ് പറയുന്നു, നിന്നെ എന്റെ ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത ഒരു 10 നിമിഷം പോലും എനിക്ക് ഈ ലോകത്തിൽ വേണ്ട എന്ന്. എന്നിട്ട് എനിക്കൊരു ചാൻസും കൂടി നിന്റെ ജീവിതത്തിൽ എനിക്ക് തരാമോ എന്ന് അവളോട് അവൻ ചോദിക്കുന്നു.